നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 715th day. Today 34th sloka of Pradhama Skandam 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 715ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. പ്രഗായത സ്വവീര്യാണി തീർത്ഥപാദപ്രിയശ്രവാ ആഹൂത ഇവ മേ ശീഘ്രം ദർശനം യാതി ചേതസി. ഓം തത്സത്. പ്രഗായത സ്വവീര്യാണി തീർത്ഥപാദപ്രിയശ്രവാ ആഹൂത ഇവ മേ ശീഘ്രം ദർശനം യാതി ചേതസി. ഓം തത്സത്. പ്രഗായത പ്രകർഷേണ ഗാനം ചെയ്യുന്ന, സ്വവീര്യാണി സ്വവീര്യങ്ങളെ, മേ ചേതസി എൻ്റെ ചേതസിൽ, പ്രിയശ്രവ പ്രിയശ്രവ എന്ന് പറഞ്ഞാൽ പ്രിയമായ കീർത്തിയോട് കൂടിയ തീർത്ഥപാദ ഭഗവാൻ, ആഹൂത ഇവ വിളിക്കപ്പെട്ടവരെന്ന പോലെ, ശീഘ്രം വളരെ വേഗത്തിൽ, ദർശനത്തെ യാനം ചെയ്യുന്നു, അതായത് നൽകുന്നു. പ്രഗായത സ്വവീര്യാണി തീർത്ഥപാദ പ്രിയശ്രവ ആഹൂത ഇവ മേ ശീഘ്രം ദർശനം യാതി ചേതസി. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്, എളുപ്പമാണ്. അതായത് താൻ ഇപ്രകാരം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഇപ്രകാരമുള്ള ആ വീണ ഭഗവത് കീർത്തനങ്ങൾ ബ്രഹ്മ സ്വരൂപമായിട്ട് ബ്രഹ്മകീർത്തനം ചെയ്തുകൊണ്ട് താൻ ഈ ലോകത്തിങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്രകാരം സഞ്ചരിക്കുന്നത് കൊണ്ട് തനിക്കുണ്ടായ മെച്ചം പറയുകയാണ്. എപ്പോൾ ഈ ഭഗവാന്റെ പരാക്രമങ്ങളെ, സ്വവീര്യാണി ആ ഭഗവാന്റെ വീര്യങ്ങളെ കീർത്തനം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന എൻ്റെ മനസ്സിൽ ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്ന കീർത്തിയോടുകൂടിയ ആ ഭഗവാൻ, വിളികേട്ടവൻ നേരെ വരുന്ന വിധം വേഗത്തിൽ ദർശനം. എപ്പോൾ നാരദർ ഭഗവത് ദർശനം വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ, എപ്പോൾ നാരദർ ഭഗവാനെ വിളിക്കുന്നുവോ, ആ നിമിഷം ഭഗവാൻ നാരദരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അത്രയ്ക്കും ഭഗവാൻ ദയയുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. ഇപ്രകാരം ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ ഭക്തിയിൽ പ്രസന്നനായി തൻ്റെ പാർഷദ രൂപം നൽകുകയും അതിനുശേഷം ഭഗവാന്റെ തന്നെ കീർത്തി ആലപിച്ചുകൊണ്ട് നടക്കുവാനുള്ള വീണ നൽകി അനുഗ്രഹം നൽകുകയും ചെയ്തിട്ട്, എപ്പോൾ നാരദർ ആ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നുവോ, വിളിക്കുന്നവർ വിളികേട്ട ഉടൻ മുന്നിൽ വരുന്നത് പോലെ ഭഗവാൻ നാരദരുടെ മുന്നിൽ നാരദർക്ക് ദർശനം നൽകുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നാരദർ പറയുന്നത്. ഭക്തിയുടെ മഹത്വവും ഭഗവാന്റെ കാരുണ്യവും ഭഗവാൻ സാക്ഷാത്കാരം സാധാരണ ജനങ്ങൾക്കും സാധ്യമാവും എന്നും നിങ്ങൾ കഥയിലൂടെ ഭാഗവതം എന്ന കഥ രചിച്ച് ഭാഗവതത്തിലൂടെ പറഞ്ഞു കൊടുക്കണം സാധാരണ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്, അതിന് തൻ്റെ പൂർവ്വകഥ പറഞ്ഞിട്ട്, താൻ പൂർവ്വകഥയിൽ ജനിച്ചത് എപ്രകാരമാണ്, തൻ്റെ പൂർവ്വജന്മത്തിൽ എപ്രകാരമാണ് ജനിച്ചത്, എങ്ങനെയാണ് തനിക്ക് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചത് എന്നത് വ്യാസമുനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നാരദർ ഇവിടെ. ആ വീണയും മീട്ടി പോകുന്ന നാരദർക്ക് എപ്പോൾ ഭഗവാനെ കാണണമെന്ന് തോന്നുന്നതോ അപ്പോഴൊക്കെ ഭഗവാൻ വിളികേട്ട ഉടൻ വരുന്നതുപോലെ ദർശനം നൽകുന്നു എന്നാണ് പറഞ്ഞത്. ശ്ലോകം ഒരിക്കൽ കൂടി. പ്രഗായത പ്രകർഷേണ ഗാനം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന്
യഥാർത്ഥമായിട്ട് വരുന്നത്. ബലം പ്രയോഗിച്ചല്ലാതെ സാധാരണമായിട്ട് യാഥാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന എന്ന അർത്ഥത്തിലാണ്. പ്രഗായത സ്വവീര്യാണി തീർത്ഥപാദപ്രിയശ്രവാ ആഹൂത ഇവ മേ ശീഘ്രം ദർശനം യാതി ചേതസി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനും നന്മയ്ക്കുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. വിദ്യാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.